കൊച്ചിയിലെ പിള്ളേർക്കിടയിൽ ഇനി അങ്ങോട്ട് ട്രെൻഡിങ് ആവാൻ വേണ്ടി പോണ റെസ്റ്റോറന്റ് ആണ്. സീ ഫുഡ് ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ റീലൊന്ന് സേവ് ചെയ്ത് വെച്ചേക്ക്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇന്ന് ഞാനുള്ളത് നമ്മുടെ കാക്കനാട് അടുത്തുള്ള കടമ്പ്രയാറാണ്. പണ്ട് കടമ്പ്രയാർ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു. പക്ഷെ ഇന്ന് കടമ്പ്രയാർ അങ്ങനെയല്ല. ഇന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ട് നമ്മുടെ കടമ്പ്രയാർ മാറിയിട്ടുണ്ട്. കടമ്പ്രയാറിന്റെ കിടിലൻ സൺസെറ്റ് വ്യൂവും അടിപൊളി ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചുകൊണ്ട് വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ അടിപൊളി ഫുഡ് ഒന്ന് ട്രൈ ചെയ്താലും കടമ്പ്രയാർ വളരെ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഹുക്ഡ് ആൻഡ് കുക്ഡ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറന്റ് ഫുഡിന്റെ കാര്യത്തിലും ആംബിയൻസിന്റെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും അടിപൊളിയാണ്. കടമ്പ്രയാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന സഞ്ചാരികൾക്ക് 24 മണിക്കൂറും ചായ കിട്ടുന്ന ഒരു ടീ കഫേയും ഇവിടെയുണ്ട്. പുറത്തൊരു രക്ഷയില്ലാത്ത മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തണുത്തത് കഴിച്ച് ആരംഭിക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളിത് ഇതങ്ങോട്ട് ഓർഡർ ചെയ്തു. തണുത്തതും കഴിച്ച റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷെഫുമാര് നല്ല പണിയിലാണ്. സീ ഫുഡ് ആണ് ഈ റെസ്റ്റോറന്റിലെ മെയിൻ. എങ്കിൽ ശേഷം കപ്പയും മീൻകറിയും കഴിച്ചാലെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തു. കപ്പയും മീൻകറിയും അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടറായിട്ട് വലിയ ചെമ്മീനും കഴിച്ച് ഞങ്ങൾ നേരെ ഫുഡ് അടിയിലേക്ക് കടന്നു. നല്ല പൂ പോലത്തെ പാലപ്പവും നല്ല അടിപൊളി മീൻകറിയും കൂട്ടി ഒരു പിടി പിടിച്ചു. അതും ചുമ്മാ അടിപൊളിയായിരുന്നു. പൊറോട്ടയും ബീഫും പോലെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് കപ്പയും മത്തിക്കറിയും. ഇവിടുത്തെ മത്തിക്കറി വേറെ ലെവലാണ്. സീ ഫുഡ് ലവേഴ്സിന്റെ ഇഷ്ട മീനുകളിൽ ഒന്നായിരിക്കും ആവോലി. ആവോലി നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയുണ്ട്. അത് ചുമ്മാ സൂപ്പർ ആയിരുന്നു കേട്ടോ. കരിമീൻ പൊള്ളിച്ചത് എനിക്കൊരു ആവറേജ് ഫീൽ മാത്രമായിരുന്നു. കാക്കനാട് ഏരിയയിലുണ്ട്. പുതിയ റെസ്റ്റോറന്റ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും നല്ല ആംബിയൻസിൽ ഫുഡ് കഴിക്കാൻ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ.